ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസും ക്ലാസ്സുകൾ കാണുന്ന എല്ലാ സ്റ്റുഡൻറ്റും ഇന്നുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കാണണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള MS ആക്സസിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MS ആക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യനുകളും നമ്മൾ ഈ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ എക്സാമുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ ആ കാര്യം അതിനെ സംബന്ധിച്ച് MS ആക്സസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. MS access is a dash. MS access is a dash. Options നോക്കാം. Option A system software. Option B operating system. Option C database management system. Option D relational database management system. MS access is a dash. MS access ഒരു ഡാഷ് ആണ്. എന്താണ്? ഓപ്ഷൻ എ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ? ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ? ഓപ്ഷൻ സി ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണോ? ഓപ്ഷൻ ഡി റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണോ? ഏതാണ് MS access is a database management system. MS access is a database management system. അടുത്ത ക്വസ്റ്റ്യൻ. Which one is a Windows based RDBMS? Which one is a Windows based RDBMS? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ഏതാണ് വിൻഡോ അടിസ്ഥാനമാക്കിയുള്ള RDBMS എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ MS Word. ഓപ്ഷൻ ബി MS Excel. ഓപ്ഷൻ സി MS Access. ഓപ്ഷൻ ഡി MS PowerPoint. ഏതാണ്? വിച്ച് വൺ ഈസ് എ വിൻഡോസ് ബേസ്ഡ് RDBMS? ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, MS Access. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ Access XP which mode allow user to interact with Japanese language? In Access XP which mode allow user to interact with Japanese language? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ആക്സസ് XPയില് ജാപ്പനീസ് ഭാഷയുമായി സംവദിക്കാൻ ഉപയോക്താവിനെ അനുവദിക്കുന്ന മോഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലാംഗ്വേജ് ഇൻപുട്ട് എഡിറ്റർ LIE. ഓപ്ഷൻ ബി വിഷ്വൽ ഇന്റർഫേസ് എഡിറ്റർ VIE. ഓപ്ഷൻ സി ഗ്രാഫിക്സ് ഇൻപുട്ട് എഡിറ്റർ GIE. ഓപ്ഷൻ ഡി ഇൻപുട്ട് മെത്തേഡ് എഡിറ്റർ IME. ഏതാണ്? ഇൻ ആക്സസ് XP വിച്ച് മോഡ് അലൗ യൂസർ ടു ഇന്ററാക്ട് വിത്ത് ജാപ്പനീസ് ലാംഗ്വേജ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇൻപുട്ട് മെത്തേഡ് എഡിറ്റർ IME. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആക്സസ് ഡേറ്റ ആർ സ്റ്റോർഡ് ഇൻ ഡാഷ്. ഇൻ ആക്സസ് ഡേറ്റ ആർ സ്റ്റോർഡ് ഇൻ ഡാഷ്. എന്താണ് ചോദ്യത്തിന് അർത്ഥം? എന്താണ്? ആക്സസില് ഡേറ്റ സംഭരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടേബിൾസ്. ഓപ്ഷൻ ബി ഷീറ്റ്സ്. ഓപ്ഷൻ സി വർക്ക് ബുക്ക്. ഓപ്ഷൻ ഡി ഡോക്യുമെന്റ്. ഏതാണ്? ഇൻ ആക്സസ് ഡേറ്റ ആർ സ്റ്റോർഡ് ഇൻ
എ ഡാഷ്. എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ടേബിൾസ്. ഇൻ ആക്സസ് ഡേറ്റ ആർ സ്റ്റോർഡ് ഇൻ ടേബിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആർ ടേബിൾസ്? വാട്ട് ആർ ടേബിൾസ്? വാട്ട് ആർ ടേബിൾസ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫീൽഡ്സ്. ഓപ്ഷൻ ബി മീഡിയ സ്റ്റോറേജ്. ഓപ്ഷൻ സി പ്രൊഡക്റ്റ് വാല്യൂസ്. ഓപ്ഷൻ ഡി 2 ഡയമെൻഷണൽ ഗ്രിഡ്സ്. വാട്ട് ആർ ടേബിൾസ്? എന്താണ് പട്ടികകൾ അല്ലെങ്കിൽ എന്താണ് ടേബിൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഫീൽഡ്സ്, ഓപ്ഷൻ ബി മീഡിയ സ്റ്റോറേജ്, ഓപ്ഷൻ സി പ്രൊഡക്റ്റ് വാല്യൂസ്, ഓപ്ഷൻ ഡി 2 ഡയമെൻഷണൽ ഗ്രിഡ്സ്. ഏതാണ് ആൻസർ? വാട്ട് ആർ ടേബിൾസ് എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2 ഡയമെൻഷണൽ ഗ്രിഡ്സ്. 2 ഡയമെൻഷണൽ ഗ്രിഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ റെക്കോർഡ്? വാട്ട് ഈസ് എ റെക്കോർഡ്? എന്താണ് ചോദിക്കുന്നത്? എന്താണ് ഒരു റെക്കോർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടേബിള്, ഓപ്ഷൻ ബി ഫീൽഡ്, ഓപ്ഷൻ സി 2 ഡയമെൻഷണൽ ഗ്രിഡ്, ഓപ്ഷൻ ഡി ഇൻഫർമേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ ഐറ്റം. വാട്ട് ഈസ് എ റെക്കോർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റെക്കോർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റെക്കോർഡ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇൻഫർമേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ ഐറ്റം. ഒരു പ്രത്യേക ഇനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇൻഫർമേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ ഐറ്റം. ഒരു പ്രത്യേക ഇനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. The information about a particular item is called as dash. The information about a particular item is called as dash. ഒരു പ്രത്യേക ഇനത്തെ കുറിച്ചുള്ള വിവരങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? ഓപ്ഷൻ എ ഫയൽ, ഓപ്ഷൻ ബി ഫീൽഡ്, ഓപ്ഷൻ സി ടേബിള്, ഓപ്ഷൻ ഡി റെക്കോർഡ്. എന്താ വിളിക്കുന്നത്? ദ ഇൻഫർമേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ ഐറ്റം ഈസ് കാൾഡ് ആസ് ഡാഷ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. റെക്കോർഡ്. ദ ഇൻഫർമേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ ഐറ്റം ഈസ് കാൾഡ് ആസ് റെക്കോർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉറപ്പായിട്ടും നമുക്ക് LD ടൈപ്സിന്റെ എക്സാമിന് ഇത് പ്രതീക്ഷിക്കാം. അതുപോലെ അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. Databases may have many dash. Databases may have many dash. എന്താണ്? ഡേറ്റാബേസുകളിൽ നിരവധി ഡാഷ് ഉണ്ടായിരിക്കാം. എന്തുണ്ടായിരിക്കാം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫയല്, ഓപ്ഷൻ ബി ടേബിൾസ്, ഓപ്ഷൻ സി റെക്കോർഡ്സ്, ഓപ്ഷൻ ഡി വിൻഡോ. ഏതാണ്? ഡേറ്റാബേസസ് മേ ഹാവ് മെനി ടേബിൾസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡേറ്റാബേസസ് മേ ഹാവ് മെനി ടേബിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് എ വ്യൂ ഓപ്ഷൻ? വിച്ച് വൺ ഈസ് എ വ്യൂ ഓപ്ഷൻ? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? ഏതാണ് ഒരു വ്യൂ ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പിവോട്ട്, ഓപ്ഷൻ ബി ടേബിള്, ഓപ്ഷൻ സി ഷീറ്റ്, ഓപ്ഷൻ ഡി ഡിസൈൻ. വിച്ച് വൺ ഈസ് എ വ്യൂ ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വിച്ച് വൺ ഈസ് എ വ്യൂ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡിസൈൻ. വിച്ച് വൺ ഈസ് എ വ്യൂ ഓപ്ഷൻ ചോദിച്ചാൽ ഡിസൈൻ ഈസ് എ വ്യൂ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. In order detail table, order ID, product, unit price are referred as dash. In order detail table, order ID, product, unit price are referred as dash. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഓർഡർ വിശദാംശ പട്ടികയില് ഓർഡർ ID, ഉൽപ്പന്നം,
യൂണിറ്റ് വില എന്നിവ ഡാഷ് എന്ന് പരാമർശിക്കുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫീൽഡ്, ഓപ്ഷൻ ബി ടേബിള്, ഓപ്ഷൻ സി റെക്കോർഡ്, ഓപ്ഷൻ ഡി ഇൻഫർമേഷൻ. ഇൻ ഓർഡർ ഡീറ്റെയിൽ ടേബിൾ, ഓർഡർ ID, പ്രൊഡക്റ്റ്, യൂണിറ്റ് പ്രൈസ് ആർ റെഫേർഡ് ആസ്. എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഫീൽഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Which view is used to modify the structure of the table? Which view is used to modify the structure of the table? അതായത് പട്ടികയുടെ ഘടന പരിഷ്കരിക്കാൻ ഏത് വ്യൂ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡിസൈന്, ഓപ്ഷൻ ബി ലേഔട്ട്, ഓപ്ഷൻ സി സ്ട്രക്ചർ, ഓപ്ഷൻ ഡി ഡേറ്റാ ഷീറ്റ്. വിച്ച് വ്യൂ ഈസ് യൂസ്ഡ് ടു മോഡിഫൈ ദ സ്ട്രക്ചർ ഓഫ് ദ ടേബിൾ? ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഡിസൈന്. അടുത്ത ക്വസ്റ്റ്യൻ. Data sheet views allow the user to took the data as dash. Data sheet views allow the user to took the data as dash. Data sheet views ഡാഷിൽ എന്ന പോലെ ഡാറ്റ എടുക്കാൻ ഉപയോക്താവിനെ അനുവദിക്കുന്നു. ഏതിൽ എന്ന പോലെയാണ് ഉപയോക്താവിനെ അനുവദിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻ എ ടേബിള്, ഓപ്ഷൻ ബി ഇൻ എ സ്ട്രക്ചർ, ഓപ്ഷൻ സി ഇൻ എ റിപ്പോർട്ട് ഫോം, ഓപ്ഷൻ ഡി ഇൻ എ സമ്മറൈസ്ഡ് ഫോം. ഡേറ്റാ ഷീറ്റ് വ്യൂസ് allow the user to took the data as in a table. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Pivot table view allows to dash. Pivot table view allows to dash. Dash pivot പട്ടിക കാഴ്ച അനുവദിക്കുന്നു. ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എഡിറ്റ് ഡേറ്റ, ഓപ്ഷൻ ബി ഡിലീറ്റ് ഡേറ്റ, ഓപ്ഷൻ സി ചെക്ക് ഡേറ്റ, ഓപ്ഷൻ ഡി കമ്പയർ ദ ഡേറ്റ. പിവോട്ട് ടേബിൾ വ്യൂ അലൗസ് ടു ഡാഷ്. ഏതാണ്? പിവോട്ട് ടേബിൾ വ്യൂ അലൗസ് ടു കമ്പയർ ദ ഡേറ്റ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കമ്പയർ ദ ഡേറ്റ. അടുത്ത ക്വസ്റ്റ്യൻ. Which view customizes the fields in the database? Which view customizes the fields in the database? അതായത് ഏത് വ്യൂ ആണ് ഡേറ്റാബേസിലെ ഫീൽഡുകൾ ഇഷ്ടാനുസൃതമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പിവോട്ട്, ഓപ്ഷൻ ബി ഡിസൈന്, ഓപ്ഷൻ സി സ്ട്രക്ചർ, ഓപ്ഷൻ ഡി ഡേറ്റാ ഷീറ്റ്. വിച്ച് വ്യൂ കസ്റ്റമൈസസ് ദ ഫീൽഡ്സ് ഇൻ ദ ഡേറ്റാബേസ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡിസൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. Which view allows user to enter data into database? Which view allows user to enter data into database? ഡേറ്റാബേസിലേക്ക് ഡേറ്റ നൽകാൻ ഉപയോക്താവിനെ അനുവദിക്കുന്നത് ഏത് വ്യൂ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടേബിള്, ഓപ്ഷൻ ബി ഡിസൈന്, ഓപ്ഷൻ സി സ്ട്രക്ചർ, ഓപ്ഷൻ ഡി ഡേറ്റാ ഷീറ്റ്. വിച്ച് വ്യൂ അലൗസ് യൂസർ ടു എൻ്റർ ഡേറ്റ ഇൻ ടു ഡേറ്റാബേസ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഡേറ്റാ ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The grids that store information in a database is referred as. The grids that store information in a database is referred as dash. എന്താണ് ചോദ്യത്തിന് അർത്ഥം? എന്താണ്? ഒരു ഡേറ്റാബേസിൽ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഗ്രിഡുകളെ ഇങ്ങനെയാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫീൽഡ്സ്, ഓപ്ഷൻ ബി ടേബിൾസ്, ഓപ്ഷൻ സി റെക്കോർഡ്സ്, ഓപ്ഷൻ ഡി വർക്ക്ഷീറ്റ്.
The grids that store information in a database is referred as എങ്ങനെയാണ് വിളിക്കുന്നത്? ടേബിൾസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ടേബിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. The fields field 1, field 2 are referred as dash. The fields field 1, field 2 are referred as dash. അതായത് ഫീൽഡ് 1, ഫീൽഡ് 2 എന്നീ ഫീൽഡുകൾ പരാമർശിക്കപ്പെടുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫീൽഡ്, ഓപ്ഷൻ ബി ടേബിള്, ഓപ്ഷൻ സി റെക്കോർഡ്, ഓപ്ഷൻ ഡി ജനറിക് ഫീൽഡ് നെയിംസ്. എങ്ങനെയാണ് പരാമർശിക്കപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ജനറിക് ഫീൽഡ് നെയിംസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of you allow you to define the fields? Which of you allow you to define the fields? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ഫീൽഡുകൾ നിർവചിക്കാൻ ഏത് വ്യൂ നിങ്ങളെ അനുവദിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടേബിള്, ഓപ്ഷൻ ബി ഡിസൈന്, ഓപ്ഷൻ സി സ്ട്രക്ചർ, ഓപ്ഷൻ ഡി ഡേറ്റ ഷീറ്റ്. ഏതാണ്? വിച്ച് ഓഫ് യു allow you to define the fields? ഏതാണ് ആൻസർ? ഡിസൈൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. വിച്ച് ഓഫ് യു allow you to define the fields? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡിസൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. What is the maximum length of the field name? What is the maximum length of the field name? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഫീൽഡ് നെയിമിന്റെ പരമാവധി ദൈർഘ്യം എന്താണ്? ഫീൽഡ് നെയിമിന്റെ പരമാവധി ദൈർഘ്യം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 16 ക്യാരക്ടേഴ്സ്, ഓപ്ഷൻ ബി 32 ക്യാരക്ടേഴ്സ്, ഓപ്ഷൻ സി 64 ക്യാരക്ടേഴ്സ്, ഓപ്ഷൻ ഡി 128 ക്യാരക്ടേഴ്സ്. വാട്ട് ഈസ് ദ മാക്സിമം ലെങ്ത് ഓഫ് ദ ഫീൽഡ് നെയിം? ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, 64 ക്യാരക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഡേറ്റ ടൈപ്പ് ഓഫ് ദ ഫീൽഡ്? വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഡേറ്റ ടൈപ്പ് ഓഫ് ദ ഫീൽഡ്? ഫീൽഡിന്റെ സ്ഥിരസ്ഥിതി ഡേറ്റ തരം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടെക്സ്റ്റ്, ഓപ്ഷൻ ബി ഡേറ്റ്, ഓപ്ഷൻ സി നമ്പർ, ഓപ്ഷൻ ഡി ഓട്ടോ നമ്പർ. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഡേറ്റ ടൈപ്പ് ഓഫ് ദ ഫീൽഡ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, ടെക്സ്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി.